എന്നെ കുറിച്ച് ക്ലിപ്പിംഗ് ഇട്ട് വരും ഇങ്ങനെ തെറ്റിദ്ധരിപ്പെടുത്ത യുവാക്കളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഒരു ക്ലിപ്പിംഗ്. സ്വർണം വേണോ സ്വർഗം വേണോ? കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. AP ഉസ്താദ്മാർ ഇങ്ങനെ അയച്ചു കൊടുക്കുക പറയും, ബാലുശ്ശേരി പറയണട്ടോ, സ്വർണം കൊടുത്താൽ മൂപ്പര് സ്വർഗം കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ആ ക്ലിപ്പിംഗ് പോലും ഇല്ല. അങ്ങനെ അതാണ് വേറെ രസം. ആ ക്ലിപ്പിംഗ് പൂർണ്ണമായിട്ട് കേൾക്കും, അതുമില്ല. എന്താ ക്ലിപ്പിംഗ് മക്കളെ? നിങ്ങളെ കേസറ്റിന് അപ്പുറം കേട്ട ഞെട്ടിപ്പോ. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ കേട്ടോളൂ. നിങ്ങളെ ഉസ്താദ്മാരുടെ ഒരു കള്ളത്തരത്തിന്റെ കണക്കെന്താ? എന്താ പറഞ്ഞേ? സ്വർഗം വേണോ സ്വർണം വേണോ എന്ന് ഞാൻ ചോദിച്ചില്ല. എന്താ സംഭവം? നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ്? സ്വർണം വേണോ സ്വർഗം വേണോ എന്നുള്ളത് മാത്രമാണ് കേൾപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നതറിയോ? മുജാഹിദ് ബാലുശ്ശേരിക്ക് സ്വർണം കൊടുത്താല് മൂപ്പര് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഉസ്താദിന് നട്ടല്ലില്ലട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഉണ്ടാണോ? അതുള്ള ആൺകുട്ടികൾ നിങ്ങൾ മുജാഹിദുകളിൽ കാണുന്നുണ്ട്. അപ്പുറം ഇപ്പുറം ഒന്ന് ഇടാൻ പറയൂ നിങ്ങൾ ഉസ്താദിനോട്. നിങ്ങൾ ആ ഇടുന്ന ക്ലിപ്പിങ്ങിന്റെ അപ്പുറം ഒരു മിനിറ്റ് ഇപ്പുറം ഒരു മിനിറ്റ്. ഞാൻ പറയുന്നു നിങ്ങൾ തല്ലിക്കൊല്ല അയാളെ. ഇഞ്ചാതി കള്ളനാ മുസ്ലിയാരേത്? എന്താ അവിടെ പറയുന്നത് എനിക്ക് കേട്ടോളിട്ടോ മക്കളെ, നിങ്ങളൊന്ന് കേട്ടോളി. എറണാകുളത്തെ ഈദ്ഗാഹിലും സാൽവേഷന്റെ ഗൾഫ് രാജ്യത്തെ കളക്ഷനിലും നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ അവസാന ഭാഗം അത്. എന്താ സംഭവം? നിങ്ങൾ കേട്ടോളിട്ടോ. ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാൻ. ഏതാ ഹദീസ്? അത് നിങ്ങൾ പഠിച്ചോളൂ. ഈദ്ഗാഹില് പെരുന്നാൾ ദിവസം റസൂൽ നടത്തിയ ഒരു സംഭവം പറയുന്നത്. എന്ത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പ്രത്യേകമായി സദഖ ചെയ്യാൻ കൽപ്പിച്ചു. സദഖ ചെയ്യാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഭാര്യ, പഠിച്ചോളി നിങ്ങൾ ഉസ്താദുമാരുടെ കള്ളം പറയാത്ത ഉസ്താദുമാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി സ്വർണ്ണം എടുത്ത് കൊണ്ടുവന്ന് ദാനം ചെയ്യാൻ. അബ്ദുല്ലാഹി മസ്ഊദ് ചോദിച്ചത് എങ്ങോട്ടാ? എനിക്ക് സ്വർഗം കിട്ടാനാ ഞാനത് ദാനം ചെയ്യുന്നത്. റസൂല് പറഞ്ഞില്ലേ സ്വർണം ദാനം ചെയ്യാൻ? സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നത് സ്വർണം കെട്ടിപ്പൂട്ടി വെച്ചവർ അവരുടെ മുഖത്ത് ചൂട് വെക്കപ്പെടും നരകത്തിൽ നിന്ന് ഈ സ്വർണം കൊണ്ട്. എന്നിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് പറയാ എന്ത്? സ്ത്രീകളെ എത്രത്തോളം ആ വിഷയം ഉണ്ട് അറിയോ? അതൊക്കെ കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോവും. ഉസ്താദുമാർ അള്ളാനെ പേടിക്കുന്നില്ല കൂട്ടരെ. അതിലെന്താ? പെണ്ണുങ്ങളെ, നിങ്ങൾ വെച്ച പല്ല് പോലും നിങ്ങൾ മരിച്ച അയച്ചെടുക്കും. നിങ്ങൾ കെട്ടിപ്പൂട്ടി കൊടുക്കാതെ അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ വെച്ച മുഴുവൻ സ്വർണവും നിങ്ങൾ മരിച്ച ബാക്കിയുള്ളവർ അനന്തരെടുക്കൂ. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ സ്വർണം പടച്ചോന്റെ മാർഗത്തിൽ ദാനം ചെയ്ത നിങ്ങൾക്ക് സ്വർഗം കിട്ടും. എന്നിട്ട് ചോദിക്കാണ് സ്വർഗം വേണോ സ്വർണം വേണോ? ഞാൻ സ്വർഗം കൊടുക്കാൻ നല്ല കൂട്ടരെ. ഈ സ്വർണ്ണം അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്ത് നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾക്ക് സ്വർണം മതിയോ? ആ സ്വർണ്ണം ഇങ്ങനെ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് മരിച്ച് അത് ബാക്കിയുള്ളവർ അനന്തരെടുത്ത് നരകത്തിലാണോ കൊണ്ടത്? നിങ്ങളെ സ്വർണ്ണം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗമാണോ ഉള്ളത്? അത് ചോദിച്ചിട്ടാണ് നിങ്ങളെ തൊലിക്കട്ടിയുള്ള മുസ്ലിയാക്കന്മാരുടെ ചോദ്യം. എന്ത്? ഞാന് സ്വർണം തന്നാ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ പൊന്നു മുസൽമാനെ, നിങ്ങൾ ഉസ്താദുമാരെ നിങ്ങളെ മനസ്സിലായി എന്താ അത്? മനസ്സിലായി? ഇവര് ചെയ്യുന്ന വലിയ അത് ഇവിടെയും ചെയ്യൂട്ടോ. ഈ കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾ വരെ ഞങ്ങളെ എതിർത്തു. എന്താ കാരണം?